ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒന്നാംഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. പൌരാണികവും ശിഥിലമാകാത്തതുമായ ജനാധിപത്യ സംസ്കാരമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ ഭാരതത്തിന് ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണുള്ളതെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് നടപ്പു സാമ്പത്തിക വർഷം പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ ഗണ്യമായ വർധന. ഇന്ന് ലോക വനദിനം. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിന് പുതിയ പരിഹാരങ്ങളെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒന്നാംഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ട തമിഴ്നാടടക്കം 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ് തുടങ്ങിയത്. ബീഹാറിൽ മാർച്ച് 28-നും മറ്റിടങ്ങളിൽ മാർച്ച് 27-നുമാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. വോട്ടെണ്ണൽ ജൂൺ 4-ന്. 60-അംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും 32-അംഗ സിക്കിം നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും ഏപ്രിൽ 19-നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്രികകളും സ്വീകരിച്ചു തുടങ്ങി. റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ ഉൾപ്പെടെ സർക്കാർ വസ്തുക്കളിൽ പതിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത പരസ്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പരസ്യങ്ങൾ കാണുന്നു എന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവ് നൽകിയത്. ഈ മാസം 18 വരെയുള്ള കണക്കു പ്രകാരം കേരളത്തിലുള്ളത് 2,72,80,160 വോട്ടർമാർ. പുരുഷന്മാർ 1,31,84,573, സ്ത്രീകൾ 1,40,90,250. ഈ മാസം 25 വരെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ അപേക്ഷിക്കാം. ഇനി ലഭിക്കുന്ന അപേക്ഷകരെ ഏപ്രിൽ 4-ന് പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണം ഊർജിതമാക്കി 3 മുന്നണികളും. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തും. രാവിലെ പയ്യാവൂരിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം വൈകിട്ട് ശ്രീകണ്ഠപുരത്ത് സമാപിക്കും. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുക. രാവിലെ ഇരിട്ടിയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് പേരാവൂർ ടൌണിൽ സമാപിക്കും. NDA സ്ഥാനാർത്ഥി C രഘുനാഥന്റെ പര്യടനം രാവിലെ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. വൈകിട്ട് കീഴ്പള്ളി ടൌണിൽ സമാപിക്കും. നൈരന്തര്യമുള്ളതും പൌരാണികവുമായ ജനാധിപത്യ സംസ്കാരമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമവായ രൂപീകരണവും തുറന്ന സംവാദവും സ്വതന്ത്ര ചർച്ചകളും ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം പ്രതിധ്വനിച്ചിട്ടുണ്ടെന്നും ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കൊറിയയിലെ സിയോളിൽ സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ വെർച്വലായി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. പുതിയ ഭാരതത്തിന് ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണുള്ളതെന്നും അതിക്രമത്തിന് മുതിരുന്നവരെ പാഠം പഠിപ്പിക്കാൻ രാജ്യത്തിനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നവർ ഇപ്പോൾ നിഷ്പ്രഭമാണെന്നും ന്യൂഡൽഹിയിൽ ഭാരത് റൈസിംഗ് ഉച്ചകോടിയിൽ സംസാരിക്കവെ ശ്രീ മോദി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിനെ ഇന്ത്യയുടെ നൂറ്റാണ്ടായി ലോകം കണക്കാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ 45% സ്റ്റാർട്ടപ്പുകൾ നയിക്കുന്നത് വനിതകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ, കാർഷിക, ആരോഗ്യ മേഖലകളിൽ 45% സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും നയിക്കുന്നത് വനിതകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഭാരതം. 1.25 ലക്ഷം സ്റ്റാർട്ടപ്പുകളാണ് രാജ്യത്തുള്ളത്. 12 ലക്ഷം യുവാക്കൾ ഈ സംരംഭങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ന് ആരംഭിക്കാനിരുന്ന 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം മാറ്റിവെച്ചു. പാരോ വിമാനത്താവളത്തിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് സന്ദർശനം മാറ്റിയതെന്നും പുതിയ തീയതി ആലോചിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് നടപ്പു സാമ്പത്തിക വർഷം മാർച്ച് 17 വരെയുള്ള കാലയളവിൽ പ്രത്യക്ഷ നികുതി വരുമാനം 18.90 ലക്ഷം കോടി രൂപയിലെത്തി. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും ചേർന്ന തുകയാണിത്. ഒരു റിപ്പോർട്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 19.88% വരുമാന വളർച്ചയെന്ന് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് അറിയിച്ചു. കോർപ്പറേറ്റ് നികുതി 9.14 ലക്ഷം കോടി രൂപയും വ്യക്തിഗത ആദായ നികുതി 9.72 ലക്ഷം കോടി രൂപയുമാണ്. ഈ കാലയളവിൽ 3.36 ലക്ഷം കോടി രൂപ റീഫണ്ടായി നൽകി.
മുൻവർഷത്തെ 2.98 ലക്ഷം കോടി രൂപയേക്കാൾ 12.74% വർധന. നടപ്പ് സാമ്പത്തിക വർഷം മുൻകൂർ നികുതി പിരിവ് മുൻവർഷത്തെ 7.45 ലക്ഷം കോടി രൂപയിൽ നിന്ന് 9.11 ലക്ഷം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. 22.31% വർധന. 2023 ബജറ്റിൽ 18.2 കോടി രൂപയാണ് പ്രത്യക്ഷ നികുതി വരുമാനമായി പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ മാസം അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ ലക്ഷ്യം 19.45 ലക്ഷം കോടി രൂപയായി ഉയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നീറ്റ് PG പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചു. ജൂലൈ 7 നടത്താനിരുന്ന പരീക്ഷ ജൂൺ 23 നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് യോഗ്യത നേടുന്നതിനുള്ള ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനുമുള്ള കട്ട് ഓഫ് തീയതി ഓഗസ്റ്റ് 15 ആയിരിക്കുമെന്നതിൽ മാറ്റമില്ല. ജൂലൈ 15 ഫലം പ്രഖ്യാപിക്കും. ഇന്തോനേഷ്യയുടെ അടുത്ത പ്രസിഡന്റായി പ്രാബോ സുബിയാന്റോയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 58.59% വോട്ടാണ് ഇദ്ദേഹം നേടിയതെന്ന് ഇന്തോനേഷ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയിലെ ISIS തലവൻ ഹാരിസ് ഫരൂഖിനെയും മറ്റൊരാളെയും അസം പ്രത്യേക ദൌത്യസംഘം പിടികൂടി. കേന്ദ്ര ഏജൻസികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര അതിർത്തി കടക്കുന്നതിനിടെ ഇവരെ പ്രത്യേക ദൌത്യസംഘം അറസ്റ്റ് ചെയ്തതെന്ന് അസം പോലീസ് അറിയിച്ചു. ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി ഗുവാഹത്തിയിലേക്ക് കൊണ്ടുപോയി. ഇരുവരെയും NIAക്ക് കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈന്റെ പരമാധികാരം, അതിർത്തി സംരക്ഷണം, മാനുഷിക സഹായം എന്നിവയ്ക്ക് പിന്തുണ നൽകുകയും സമാധാന ചർച്ചകളിൽ സജീവ പങ്കാളിയാകുകയും ചെയ്യുന്നതിന് ഇന്ത്യയോട് നന്ദി അറിയിച്ച യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. സമാധാന ചർച്ചകളിൽ ഇന്ത്യ പങ്കാളിയാകുന്നത് യുക്രൈന് പ്രധാനമാണെന്നും സമൂഹമാധ്യമ പോസ്റ്റിലൂടെ സെലൻസ്കി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് സെലൻസ്കിയുടെ പ്രസ്താവന. ഇന്ത്യ യുക്രൈൻ ഉഭയകക്ഷി ബന്ധവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത ഇന്നുവരെ തുടരും. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടും. കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രിയുമാണ് താപനില. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ബീച്ച് യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് ലോക വനദിനം. 2000-ലധികം തദ്ദേശീയ സംസ്കാരങ്ങൾ ഉൾപ്പെടെ ഏകദേശം 160 കോടി ജനങ്ങൾ ഉപജീവനത്തിനായി വനങ്ങളെ ആശ്രയിക്കുന്നു. ലോകത്തിന്റെ 1/3 ഭൂപ്രദേശവും വനങ്ങളാണ്. ഒരു വർഷം ശരാശരി 1 കോടി ഹെക്ടർ വനമേഖല നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിന് പുതിയ പരിഹാരങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സൌദിയിലെ അബഹയിൽ വെച്ച് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മത്സരം. സൌദിയിലെ അസീർ പ്രവിശ്യയിലെ അബഹയിൽ ദമക് സ്റ്റേഡിയമാണ് അഫ്ഗാനുമായുള്ള മത്സരത്തിനായുള്ള വേദി. സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം സൌജന്യമാണ്. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ. ഇന്ന് രാത്രി അഫ്ഗാനിസ്ഥാനെതിരെ അറേബ്യൻ മണ്ണിൽ പൊരുതാനിറങ്ങുമ്പോൾ കണക്കുകൾ ഇന്ത്യക്ക് അനുകൂലമാണ്. അവസാന 10 മുഖാമുഖങ്ങളിൽ 5ലും ഇന്ത്യ വിജയിച്ചപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമാണ് അഫ്ഗാനിസ്ഥാന് ജയിക്കാനായത്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും അഫ്ഗാൻ തകർന്നടിഞ്ഞു. കുവൈറ്റിനോടും ഖത്തറിനോടും വൻ തോൽവി അവർ ഏറ്റുവാങ്ങി. ഇന്ത്യ ആകട്ടെ കുവൈറ്റിനെ അവരുടെ മണ്ണിൽ വീഴ്ത്തിയവരാണ്. പക്ഷെ ഖത്തറിനോട് 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. ഇന്ന് ജയിക്കാനായാൽ ഖത്തറിന് പിന്നിൽ ഗ്രൂപ്പിൽ രണ്ടാമതെത്താൻ ഇന്ത്യക്ക് കഴിയും. മാത്രമല്ല, ഈ മാസം 26-ന് ഗുവാഹത്തിയിൽ നടക്കുന്ന ഹോം മത്സരത്തിലും അത് ഗുണം ചെയ്യും. 2026 ലോകകപ്പിനുള്ള യോഗ്യത നേടുന്നതിൽ പ്രധാന കടമ്പയാണ് അഫ്ഗാനുമായുള്ള മത്സരങ്ങളെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും കോച്ച് ഇഗാർ സ്റ്റിമാക്കും ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും പറഞ്ഞു. ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ക്ലബ്ബുകളായ ATK മോഹൻ ബഗാൻ, ബംഗളൂരു FC, റൗണ്ട് ഗ്ലാസ് FC തുടങ്ങിയ ടീമുകളെ പരിശീലിപ്പിച്ച ആഷ്ലെ വെസ്റ്റ്വുഡാണ് അഫ്ഗാൻ ടീമിന്റെ പരിശീലകൻ. സഹൽ അബ്ദുൽ സമദാണ് ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിരൺ ജോർജ് പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. ജപ്പാന്റെ തകുമ ഒബായാഷിയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് കിരൺ പരാജയപ്പെടുത്തിയത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ വസ്തുതാ പരിശോധനാ യൂണിറ്റായി നിയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വിജ്ഞാപനമിറക്കി. കൂടുതൽ വായ്പയെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചെലവ് നിയന്ത്രിക്കണമെന്ന കർശന വ്യവസ്ഥകളോടെ 5000 കോടി കടമെടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും നിർദ്ദേശം സംസ്ഥാനം സ്വീകരിച്ചില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 1ാംഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. പൌരാണികവും ശിഥിലമാകാത്തതുമായ ജനാധിപത്യ സംസ്കാരമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ ഭാരതത്തിന് ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണുള്ളതെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷം പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ ഗണ്യമായ വർധന.
ഇന്ന് ലോക വനദിനം. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിന് പുതിയ പരിഹാരങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.